നൂറ ഈ കൈയൊന്ന് മാറ്റി, എത്ര നേരമായി എനിക്ക് വേദനിക്കുന്നത്, ഒന്ന് കൈയൊന്ന് മാറ്റാമോ? എങ്കിൽ ഞാൻ ഇങ്ങനെ വെച്ച് ഇല്ല, എനിക്ക് മാറ്റാൻ പറ്റത്തില്ല, എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. എങ്കിൽ ഞാൻ അങ്ങനെ ഒന്ന് വെച്ചോട്ടെ. വെച്ചോ എന്ന് പറയുന്നതല്ലാതെ വെക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം നൂറയുടെ കൈ ഇരിക്കുന്നുണ്ട്, അനീഷിന് കൈ വെക്കാൻ പറ്റുന്നില്ല. അനീഷ് കൈ എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഉടനെ നൂറ അനീഷ് പറഞ്ഞു, എനിക്ക് നൂറ് ജസ്റ്റ് ഒന്ന് എഴുന്നേക്ക്, ഇങ്ങോട്ടൊന്ന് മാറി എനിക്ക് കൈ ഒന്ന് എടുത്തോട്ടെന്ന് പറഞ്ഞു. നൂറ് എന്ത് ചെയ്യുന്ന എഴുന്നേറ്റ് അനീഷിൻ്റെ മടിയിലിരുന്ന്. ഉടനെ പുറകിലിരുന്ന ഭാര്യയ്ക്ക് സഹിച്ചില്ല. ഭാര്യ പറയുന്നു, ഇതുവരെ എൻ്റെ മടിയിൽ പോലും ഇരുന്നിട്ടില്ല. അപ്പോഴത്തേക്ക് നൂറ ചിരിച്ചിട്ട് താഴെ ഇറങ്ങിയിരിക്കുന്നു, അനീഷിൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ ആര്യം പറഞ്ഞു, നീ എൻ്റെ മടിയിലിട്ടിരുന്നോളായിരുന്നു. എന്തൊക്കെ എടുത്ത് എൻ്റെ ചുമരിൽ വെച്ചാലും ഞാൻ ഇറങ്ങുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നാണ് അനീഷ് പറയുന്നത്. കാറിൻ്റെ ഫ്രണ്ടിലത്തെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിലത്തെ അവസ്ഥ ഇതിലും വളരെ മോശമാണ്. അക്ബർ പറയുകയാണ്, നീ എന്നാടി സത്യം പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അനിമോള്, ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നീ എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ അത് ഏറ്റു പറയാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്. എനിക്ക് അല്ലാതെ കള്ളം പറയേണ്ട കാര്യമില്ലെന്ന് അനിമോള് പറയുന്നത്. ഓ, അതാണ് നീ അനീഷും ആങ്ങളെയും പെങ്ങളായത്. അതറിയില്ലേ നിനക്ക്? നിൻ്റെ സത്യസന്ധത കൊണ്ടാണ് നീ അനീഷിൻ്റെ പെങ്ങളായത്. അതിലെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അനിയത്തിയോ ചേച്ചിയോ എന്തോ ആയിക്കോട്ടെ, എനിക്കതിൽ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ അതിന് അഭിമാനിക്കുകയാണ്. കാരണം അയാൾ അത്രയും നല്ലൊരു വ്യക്തിയാണ്. അതെ അതെ, മഞ്ഞപ്പിത്തം വന്നവർക്കല്ലേ മഞ്ഞ കണ്ടാൽ തിരിച്ചറിയത്തുള്ളൂ എന്ന് അക്ബർ. അതിന് അനിമോള് ഒന്നും മിണ്ടുന്നില്ല. അനിമോള് പറയാം, നീ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയടാന്ന് പറഞ്ഞിട്ട് അനിമോള് മിണ്ടാതിരിക്കുക. അപ്പോഴേക്കും നൂറ പറയാം, എൻ്റെ എല്ലിന്മേൽ കുത്താതെ. ഇവിടെ ബാക്കിലൊരാൾ ഇരിപ്പുണ്ട്. ബാക്കിലത്ത് നടക്കുന്ന കാര്യങ്ങളിലൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്. ഫ്രണ്ടിലിരിക്കുന്ന നൂറയും ആര്യനെയും അനീഷിനെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആദില. അപ്പോൾ ആദില സത്യത്തിൽ ശ്വാസം മുട്ടിയിരിക്കുക നൂറെ ഫ്രണ്ടിലിരുത്തിയതിൽ. അതിൽ പറയുന്നു, ഒരു പാവ സ്ത്രീയുടെ എല്ലിന്മേൽ കുത്തുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞ്, കൈയെടുക്കുക, എൻ്റെ ദേഹത്ത് നിന്ന് കൈയെടുക്കുക, എൻ്റെ ദേഹത്ത് കൈ വയ്ക്കാൻ. നിങ്ങളുടെ ദേഹത്ത് തട്ടിയാലും നിങ്ങൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, എന്തോ നിങ്ങൾ സ്ത്രീ കാർഡ് ഇറക്കുന്നു എന്ന് ചോദിക്കുന്നു അനീഷ്. സ്ത്രീ കാർഡ് ഇറക്കുന്നവർ എൻ്റെ ദേഹത്ത് നിന്ന് കൈയെടുക്കുന്നു പറഞ്ഞ് അനീഷ് കൈയെടുത്ത് മാറ്റാൻ നോക്കുന്നു. സ്ത്രീ കാർഡോ? പിന്നെ ഞങ്ങളതിന് കാർഡ് ഇറക്കിയോ? ഇച്ചിരി ഒരു സെക്കൻഡ് മാത്രമേ ആയിട്ടുള്ളൂ ആദില പറഞ്ഞിട്ട് ഒരു പാവ സ്ത്രീയുടെ എല്ലിന്മേൽ കുത്തുന്നെന്ന്. പെട്ടെന്ന് സ്ത്രീ പുരുഷനായി. ആദ്യം ഇവർ സ്വയം ഒന്ന് തീരുമാനിക്കും, ഇതിൽ ആര് പുരുഷൻ ആര് സ്ത്രീ എന്ന്. പെട്ടെന്ന് അവർ പുരുഷനായി. നൂറ പറയുന്നു, അതിന് സ്ത്രീയല്ലല്ലോ പുരുഷനല്ലേ ഞാൻ എന്ന് പറയുന്നു. അപ്പോൾ ഇവർ തീരുമാനിക്കും സ്ത്രീയാണോ പുരുഷനാണോ എന്താണെന്ന്. മറ്റുള്ളവർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എൻ്റെ മേലെ കൈ വയ്ക്കരുതെന്ന് നൂറ പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നു, സ്ത്രീ കാർഡ് കളിക്കാണ്ട് എൻ്റെ മേലെ നിന്ന് കൈയെടുക്കുക. നാണമില്ലല്ലോ സ്ത്രീ കാർഡ് കളിച്ചിട്ട് കൈയെടുത്ത് മേലെ വയ്ക്കാം. സ്ത്രീ കാർഡ് കളിക്കുന്നു അനീഷ് ഇങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആരാണ് സ്ത്രീ കാർഡ് കളിക്കുന്നത്? ഞാനോ എന്ന് നൂറ. പിന്നെ സ്ത്രീ കാർഡ് കളിച്ചിട്ട് എൻ്റെ മേലെ എന്തിനാണ് കൈ വയ്ക്കുന്നതെന്ന് അനീഷ്.